ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് സ്പെഷ്യലാണ്. ബിക്കോസ് എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണിത്. ലോങ് എന്ന് പറയുമ്പോൾ ഒരു 5 to 6 മിനിറ്റ്സിൻ്റെ അടുത്ത് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടൈം ഫാമിലി ആയിട്ട് പോയൊരു ഊട്ടി ട്രിപ്പാണ് ഈ വ്ളോഗ് എന്ന് പറയുന്നത്. സോ ആ ഫുൾ എക്സ്പീരിയൻസ് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാം എന്നൊരു ഐഡിയയിൽ തുടങ്ങിയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങൾ രാത്രി ഏകദേശം ഒരു 9 മണിയൊക്കെ ആയ സമയത്താണ് വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയത്. അപ്പോൾ നൈറ്റ് നമുക്ക് അധികം കാണാനൊന്നും സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നൈറ്റ് തന്നെ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലാണ് രാത്രി ഇറങ്ങിയത്. രാത്രി ഇറങ്ങി പിന്നെ ചേച്ചിയും അമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെയും നമ്മൾ പിക്ക് ചെയ്തു. 9:30 ആയപ്പോഴാണ് നമ്മൾ ശരിക്കും ആക്ച്വൽ ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ രാത്രി യാത്രയ്ക്ക് തന്നെ ഒരു വേറിട്ട വൈബാണല്ലോ. റോഡ് മുഴുവൻ കാം, സോങ്സ്, ടോക്സ്, അങ്ങനെ ഒരു സ്മൂത്ത് ജേണി ആയിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങുമ്പോൾ സമയം പോയി. അവസാനം നമ്മൾ ഏകദേശം 3 മണി 3:30 ആയ സമയത്താണ് ഊട്ടിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്രയും ഹെവി കോൾഡ് ഇല്ലായിരുന്നു. സ്റ്റിൽ ആ ക്ലൈമറ്റ് ഫീൽ വെരി നൈസ്. അവിടെ ഒരു റൂം എടുത്ത് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത്, കാരണം രാത്രി മുഴുവൻ ട്രാവൽ ചെയ്താണല്ലോ. അപ്പോൾ അതിനുശേഷം രാവിലെ റെഡി ആയിട്ട് നെക്സ്റ്റ് ഡേ എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അപ്പോൾ രാവിലെ നമ്മൾ ഫസ്റ്റ് പോയത് ടോയ് ട്രെയിനിൻ്റെ സൈഡിലേക്കായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ട് ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തു. ഹോണസ്റ്റ്ലി അതൊരു നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടെ നമ്മൾ പോയത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ്. ടൈം കുറവായിരുന്നതുകൊണ്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേങ്കിൽ അവൈലബിൾ ടൈം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല ഫോട്ടോസും വീഡിയോസും ഗ്രീനറിയും കാം വൈബും എല്ലാം എടുത്തു. പിന്നെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് ഒരിടത്ത് കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം വീട്ടിലെത്തണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതിനാൽ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ വാങ്ങി. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് ഒരു മലയാളി ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ. കോൾഡ് വെതറിൽ ഹോട്ട് ഫുഡ്, ഹോണസ്റ്റ്ലി വേറെ ലെവൽ ഫീൽ. പിന്നെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്ക്. അവിടെയുള്ള ആംബിയൻസ് തന്നെ ഒരു സിനിമാറ്റിക് ഫീൽ ആയിരുന്നു. അതിനുശേഷം നമ്മൾ നീൽഗിരി സൈഡിലേക്ക് പോയി. മറ്റേ കിലുക്കം സിനിമയില്ലേ, അതിൽ മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ ആ ഭാഗം. അവിടെ എത്തിയപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അതുപോലത്തെ നല്ല സ്ട്രോങ് കോൾഡ് വിൻഡും കൂടെ. ആ കോമ്പിനേഷൻ തന്നെ വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. ഹോണസ്റ്റ്ലി ആ പ്ലേസ് ഒരുപാട് കാമായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്ക് കുതിര സവാരി വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ അമ്മ ഭയങ്കര ഇൻട്രസ്റ്റോടു കൂടി ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. പിന്നെ നമ്മൾ കുറേ ലോങ് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ കൂടിയാണ് നമ്മൾ അധികം പോയിട്ടുള്ളത്. നമ്മൾ കുറേ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. തലേദിവസം രാത്രിയാണ് നമ്മൾ എന്താ പറയുക, ആനേനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ നമ്മൾ നൊങ്ക്, പനനൊങ്ക്, അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ മൊമെൻറ്റ്സ് ആണ്. ബട്ട് അതാണ് ആ ട്രിപ്പിനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന ഇതൊക്കെ കാരണമായിരിക്കാം. പിന്നെ ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് കിഡ്സും ഉണ്ടല്ലോ, അതുകൊണ്ട് നല്ല ഫണ്ണായിരുന്നു. ബോറൊന്നും അങ്ങനെ അടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതായത് എല്ലാവരും കൂടെ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം ഉണ്ടല്ലോ, അതാണ് ശരിക്കും പറഞ്ഞാൽ മെയിൻ മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ സ്ലോലി റിട്ടേൺ ജേർണി സ്റ്റാർട്ട് ചെയ്തു. വഴി തന്നെ ഫുഡ് കഴിച്ചു. അതിനുശേഷം ആണ് വീട്ടിലേക്ക് പോയത്. വീടെത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു രാത്രി 10-11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആ വീടെത്തുന്ന വരെയുള്ള ടൈമിൽ ഓരോ സ്ഥലത്തും നിർത്തി അവിടുത്തെ ഗ്രീനറിയും അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി ഉള്ള സമയത്ത് ഒരു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ടൈമിൽ വണ്ടിയിൽ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ തിരിച്ച് പോരാൻ നേരത്ത് ആ ഉറക്കമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. അതായത് നമ്മൾ ഈ ട്രിപ്പ് വളരെ ചെറിയൊരു ട്രിപ്പായിരുന്നു. പക്ഷേങ്കിൽ ഒരുപാട് മെമ്മറീസ്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റി. ഫുൾ ഡേ ട്രാവൽ ആൻഡ് എക്സ്പ്ലോർ, ടയേർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഫാമിലി വൈബും എല്ലാം കൂടി ആയിട്ട് വളരെ നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ പറയുക, ഈ എന്താ പറയുക, സംടൈംസ് നമുക്ക് വേണ്ടത് ഇങ്ങനൊരു ചെറിയ ബ്രേക്ക് മാത്രമായിരിക്കും. ഇതിപ്പം എല്ലാവരും ഡെയിലി ജോലിക്ക് പോകുന്ന ആൾക്കാരും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്യുക, ഇടയ്ക്കൊക്കെ ഒന്ന് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കാണുക എന്ന് പറയുന്നത് മൈൻഡ് വളരെ റിഫ്രഷ് ആക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയും ഞാൻ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇനിയും വേണ്ട സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് ഓവറിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും എൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നതാണ്.
സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഊട്ടി വിശേഷങ്ങൾ. പിന്നെ ഊട്ടി ചോക്ലേറ്റ്സും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ചോക്ലേറ്റ്സും, പിന്നെ നമ്മൾ വയനാട് ത്രൂ ആണ് വന്നത്, നമ്മൾ കുറ്റ്യാടി ചുരമാണ് അടുത്തതുകൊണ്ട് അതുവഴിയായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.